പോവോ 6 മണിന്റെ ബസ്സിന്. ചേച്ചിന്ന് എവിടേക്കാ? ഞാൻ വീട്ടിൽ പോവാണേ. ഓ, അതിന്റെ സന്തോഷം കാണാണ്ട് മകത്ത്. എന്താ സന്തോഷേ. അല്ലെങ്കിൽ വീട്ടിൽ പോവാ പറഞ്ഞ സന്തോഷം തന്നെയല്ലേ. നമുക്കിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോവാണെങ്കിൽ അത് നല്ല സന്തോഷല്ലേ. അത് ശരിയാ. പിന്നെ ഇവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞാലാണ് അതൊന്നും പോവുള്ളൂല്ലേ. സൺസ്ക്രീനൊക്കെ തേച്ചിട്ടാലേ പോണത്. അതെ അതെ അതെ. ആക്കിക്കോളൂ ആക്കിക്കോളൂ. എത്ര ദിവസത്തേക്കാണാവോ? കുറച്ച് ദിവസം പറഞ്ഞു. അമ്പിടി 1 മാസത്തേക്കാണല്ലേ. അതെ 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 അതെ. അപ്പൊ 1 മാസം നിന്നിട്ടൊക്കെ വന്നാ മതി. എന്താവോ പറയാ? ഒന്നും പറയൊന്നുമില്ല. ചോദിച്ചിട്ടില്ല, ചോദിക്കട്ടെ. ഞാൻ പുറപ്പെട്ടു. അതൊക്കെ സമ്മതിക്കും. കുറച്ച് ദിവസമായില്ലേ പോയിട്ട്. അതൊക്കെ മതി. ചേച്ചിമാരൊക്കെ വരില്ല. അതൊക്കെ വാങ്ങാം. ഈ ചുരിദാർ നല്ല ഭംഗിയുണ്ട് ട്ടാ. നല്ല ചന്തണ്ട്. അതെ അതെ. അമ്മ അവിടെ ചായ വെച്ചിട്ടുണ്ട്. ബാഗൊക്കെ ആയിട്ട് അമ്മ ഞാൻ വീട്ടിൽ പോയി വരാട്ടാ. കുറച്ച് ദിവസമായില്ലേ പോയിട്ട്. അപ്പൊ അമ്മയും അച്ഛനും വിളിച്ചായിരുന്നു. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാട്ടാ. എന്താ കഥ? അടിക്കടി വീട്ടിൽ പോണപ്പോ അധികമായിട്ടില്ലല്ലോ പോയി വന്നിട്ട്. എന്താ പോ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഇവിടെ. എങ്ങനെ എപ്പോഴും വീട്ടിലേക്ക് എങ്ങനെ പോകാൻ പറ്റുമോ? ഞാൻ 1 മാസമായി പോയിട്ട്. എന്റെ അച്ഛനും അമ്മയും കുറെ ദിവസമായി വിളിക്കണേ. നിങ്ങൾക്ക് അത് പറയാ. ഞാൻ എത്ര ദിവസമായി പോയിട്ട്. ഞാൻ രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. ഞാൻ ഇന്നലെ തൊട്ട് ചോദിച്ചില്ലേ. ആരെ കണ്ടിട്ടാ പോണേ? ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ ഇല്ലാത്തപ്പോ അമ്മ ആരെ വിളിച്ചു വരുത്തി? അവരെ വിളിച്ചു വരുത്തണം. എന്നെ കണ്ടിട്ടില്ലല്ലോ. അമ്മ ആദ്യം ഉണ്ടെന്നെ ഒറ്റയ്ക്കായിരുന്നില്ല. ഇങ്ങനെ വീട്ടിൽ ഇപ്പൊ ഉണ്ടല്ലോ. അങ്ങനെ അന്ന് ആളില്ലായിട്ടല്ലേ. അന്ന് ആളില്ലേനെ. അന്നൊക്കെ സമാധാനിക്കാലോ. ഈശ്വര ആരും ഇല്ലാന്നുള്ളത്. ഇന്നിപ്പോ ഒരാള് വീട്ടിലുണ്ടല്ലേ. അന്നിപ്പോ അതാണ്. ഞാൻ അന്ന് ഒറ്റയ്ക്കായി എനിക്ക് ഒരു കുഴപ്പം തോന്നിയില്ല. അല്ലെങ്കിൽ ഇന്നിപ്പോ ആളുണ്ടായിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴേ അത് ലേശം വിഷമം. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അന്നേക്ക് അത്ര വിഷമം തോന്നി. എന്നിപ്പോ ഒരാളുണ്ടായിട്ടും ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോ ലേശം വിഷമം തന്നെ. അത് എല്ലാവർക്കും ഓരോന്ന് അനുഭവത്തിൽ നിന്നൊക്കെ പഠിക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോഴേ മനസ്സിലാവുള്ളൂ. എന്താ വെച്ചാൽ നീ കാട്ടിക്കോട്ടോ. വേണ്ട, ഞാൻ പോണില്ല. പെൺകുട്ടികളുള്ള വീട്ടിലേക്ക് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ പെണ്ണുങ്ങൾ വന്ന് നിൽക്കാനും ഇല്ല എവിടേക്കും. ഇതിപ്പോ എപ്പോ പോകുമ്പോഴും അത് എന്തെങ്കിലും അല്ലെങ്കിൽ അസുഖം വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരും, അല്ലെങ്കിൽ എന്തെങ്കിലും പറയും. വല്ലാത്തൊരു കഷ്ടം. നീ പോവാനും പറ്റില്ല. ഇനി എന്നാവോ പോവാൻ പറ്റുക? നീ എന്നാ പോവാൻ പറ്റുക? എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് പോവാ. അതാവും നല്ലത്. ഇതാണ് അവനവനെ വെച്ചിട്ട് ഒരു പെൺകുട്ടികളില്ല. ഞാനത്തെ വിഷമം ഇപ്പോഴാണ് ആദ്യമൊന്നും ആലോചിച്ചത്. ഇപ്പോൾ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമം. എന്താ ഇപ്പം ചെയ്യണം?